റയാൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ബെഡിനരിയിൽ വെറും നിലത്ത് മുട്ടിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്നുണ്ടായിരുന്നു ആമി. അവളുടെ ശരീരത്തിന്റെ ചലനത്തിൽ നിന്ന് അവൾ കരയുകയാണെന്ന് മനസ്സിലായതും അവനിൽ പ്രത്യേകിച്ച് ഒരു ഭാവഭേദവുമില്ലാതെ അവൻ അകത്തേക്ക് കയറി ഡോറടച്ചു. ശബ്ദം കേട്ടതും ആ ഇരിപ്പിൽ തന്നെ മുഖമമർത്തി തുടച്ചുകൊണ്ട് അവൾ തലപൊക്കി അവനെ നോക്കി. കൂടുതൽ ഭാവാഭിനയമൊന്നും വേണ്ട, എണീറ്റ് വേഗം റെഡിയാകും. നീ ഇനി നിന്റെ വീട്ടിൽ തന്നെ നിന്നാ മതി. 1 വർഷം കഴിയുമ്പോൾ ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ നീ തീർത്തും സ്വതന്ത്രയായിരിക്കും. പിന്നെ താഴേക്ക് ചെല്ലുമ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്നത് പോലെ തന്നെ പറഞ്ഞാൽ മതി നീയും. ഡിവോഴ്സിന്റെ കാര്യമൊന്നും അവരറിയണ്ട. നമുക്ക് പരസ്പരം മനസ്സിലാക്കാനും പൊരുത്തപ്പെടാനും കഴിയുന്നതുവരെ നീ നിന്റെ വീട്ടിൽ നിൽക്കാൻ പോകുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. പറഞ്ഞിട്ട് അവളുടെ മറുപടി ആവശ്യമില്ലാഞ്ഞിട്ടെന്ന പോലെ അവൻ എണീറ്റ് ബാത്റൂമിലേക്ക് കയറിപ്പോയി. ആമി എപ്പോഴും താൻ കേട്ടത് സത്യമാണോ എന്നുള്ള അമ്പരപ്പിൽ തന്നെ ഇരിക്കുകയായിരുന്നു. വീട്ടിലേക്ക് പോകാം, അതോടെ ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ഓർത്തതും അതുവരെ അനുഭവിച്ച സങ്കടങ്ങളെല്ലാം മറന്ന പോലെ അവൾക്ക് സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാത്തിരിക്കുന്നത് എന്താണെന്ന് പോലും അവൾ ചിന്തിച്ചില്ല. രക്ഷപ്പെടാനുള്ള ആർത്തി അത്രമേൽ അവളെ ഭ്രമിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഡാഡി, മമ്മി, റോബിച്ചാച്ച താഴേക്ക് വരുമ്പോൾ ഹാളിൽ ഇരിക്കുന്നവരെ കണ്ട് റോണ വെപ്രാളത്തോടെ വിളിച്ചു. എന്തുവാ പെണ്ണെ ഇങ്ങനെ കിടന്ന് കാറുന്നേ? റോബിൻ അവളെ നോക്കി കണ്ണുരുട്ടി. അവനും സ്റ്റേഷനിലേക്ക് പോകാൻ റെഡിയായി യൂണിഫോമിലായിരുന്നു ഇരിപ്പ്. റയാൻ ചാച്ചൻ ഇച്ചേച്ചിയെ വീട്ടിൽ കൊണ്ടുവിടാൻ പോകുമെന്ന്. എന്നാന്ന്? ഹിതപ്പടക്കാൻ പാടുപെട്ടുകൊണ്ട് അവൾ പറഞ്ഞതും റൂബിയുടെ സ്വരം ഉയർന്നുപോയി. അതേ മമ്മി, ഇച്ചേച്ചി ഇന്നലെ ബാൽക്കണിയിലാ കിടന്നുറങ്ങിയത്. ഞാനാ പോയി വിളിച്ചുണർത്തിയത്. അങ്ങനെ ഞങ്ങളവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചാച്ചൻ വന്നിട്ട് ഇച്ചേച്ചിയുടെ കൂട്ടൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടാ പറഞ്ഞത് തിരിച്ചു കൊണ്ടാക്കാൻ പോണെന്നൊക്കെ. അവര് പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുക. എന്റെ കർത്താവേ, ഈ ചെക്കനിത് എന്നൊക്കെയാ ചെയ്തു കൂട്ടുന്നത്? എനിക്കൊന്നും അറിയാമേലല്ലോ. റൂബി കരച്ചിലിന്റെ വക്കോളം എത്തിയതുപോലെ പറഞ്ഞത് കേട്ട് റോബിനും പോളും പരസ്പരം നോക്കി. പക്ഷേ ഇതൊക്കെ കേട്ട് സ്റ്റെയർകേസിന് മുകളിൽ നിന്നിരുന്ന മനുഷ്യരൂപം പൂണ്ടൊരു ചെന്നായിയുടെ മുഖത്ത് മാത്രം ഇരയെ കയ്യിൽ കിട്ടാൻ പോകും പോലൊരു ഭാവമായിരുന്നു. നിമിഷ നേരം കൊണ്ട് മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂട്ടലുകൾ നടത്തി അവൻ ക്രൂരമായി പുഞ്ചിരിച്ചു. റയാൻ ഫ്രഷായി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന മറ്റുള്ളവരെയാണ് കണ്ടത്. പോളിന്റെ അരിയിലിരിക്കുന്ന റോണയെ കണ്ടപ്പോൾ തന്നെ അവളെല്ലാം അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ അവൻ അവരോട് പറയാനുള്ളതൊക്കെ ഒന്നുകൂടി ഓർത്തെടുത്തുകൊണ്ട് അവിടേക്ക് ചെന്നു. ഞാൻ കേട്ടതൊക്കെ നേരാണോ റയാൻ? തനിക്കെതിരെ വന്നിരിക്കുന്നവനെ നോക്കി മുഖവരയൊന്നും കൂടാതെയായിരുന്നു പോളിന്റെ ചോദ്യം. ആത്മീയയുടെ കാര്യമാണ് ഡാഡി ഉദ്ദേശിച്ചതെങ്കിൽ ശരിയാണ്. കൂസലില്ലാതെ മറുപടി പറയുന്നവനെ കണ്ട് മറ്റുള്ളവരെല്ലാം പരസ്പരം നോക്കി. സ്വന്തമായിട്ടെല്ലാം അങ്ങ് തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ നിനക്ക്? ഒരു സുപ്രഭാതത്തിൽ ഏതാന്ന് പോലും അറിയാത്ത പെങ്കൊച്ചിന്റെ കഴുത്തിൽ കയറി മിന്നുകെട്ടി. അന്നും അപ്പനും അമ്മയെന്ന നിലയിൽ ഒരവകാശവും നീ ഞങ്ങൾക്കായി മാറ്റിവെച്ചില്ല. നീ തീരുമാനിച്ചു, ചെയ്തു. ഇപ്പൊ ദാ അതിനെ കൊണ്ട് കളയാൻ പോണെന്ന്. എന്നതാ നിന്റെ ഉദ്ദേശം? രോഷത്തോടെ രൂപി ചോദിച്ചതും റയാൻ മറുപടിയൊന്നും പറഞ്ഞതേയില്ല. അവന്റെ ആ ഇരിപ്പ് അവരെ വീണ്ടും ദേഷ്യം പിടിപ്പിച്ചതേയുള്ളൂ. എന്നാടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? റൂബി, പിന്നെ ഇച്ചായം കണ്ടില്ലയോ അവന്റെ ഇരിപ്പ്? ശാസനാസ്വരത്തിൽ പോൾ വിളിച്ചതും റൂബിയുടെ പരാതികൾ അയാൾക്ക് നേരെയായി. കണ്ടു. നീ ചുമ്മാ അവനെ കലികേറ്റാതെ സമാധാനമായിട്ടിരിക്ക്. ഞാൻ സംസാരിക്കാം അവനോട്. ഭാര്യയോടായി അത്രയും പറഞ്ഞിട്ട് പോൾ റയാനെ നോക്കി. റയാൻ, ഡാഡി, ഏതവസ്ഥയില നിങ്ങളുടെ കല്യാണം നടന്നതെന്ന കാര്യമൊന്നും എൻ്റെ മോൻ മറന്നിട്ടില്ലല്ലോ. അങ്ങനെ ഒരെടുത്തുചാട്ടം പോലെ നീ ഇങ്ങനെ ചെയ്തുകൊണ്ടാ ഇന്ന് ഈ കുടുംബവും നിന്റെ ബിസിനസ്സും എല്ലാം ഇങ്ങനെ തലയുയർത്തി പിടിച്ച് നിൽക്കുന്നത്. എന്നിട്ടിപ്പോൾ നീ ആ കൊച്ചിനെ പറഞ്ഞു വിട്ടാൽ നിങ്ങളുടേതൊരു ഫേക്ക് മാരേജ് ആണെന്ന് മീഡിയയ്ക്ക് മനസ്സിലായാൽ അവർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങളുടേത് ഒരു ഫേക്ക് മാരേജ് ആണെന്ന് അറിഞ്ഞാലല്ലേ ഡാഡി ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അതങ്ങനെയല്ലെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാ ഞാൻ മാരേജ് രജിസ്റ്റർ ചെയ്തത്. അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ എങ്ങനെയാ മാരേജ് ഫേക്ക് ആകും? ആത്മിക അവളുടെ വീട്ടിൽ പോയെന്ന് കരുതിയോ അവിടെ നിന്നെന്ന് കരുതിയോ അവളെൻ്റെ വൈഫ് അല്ലാതെയാകുന്നില്ലല്ലോ. എന്നാലും മോനെ. ഒരെന്നാലുമില്ല ഡാഡി. പരസ്പരം പൊരുത്തപ്പെടാനും ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാനും ഞങ്ങളുടെ മനസ്സുകൾ പാകപ്പെടുന്നത് വരെ അവൾ തൽക്കാലം അവളുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്നാ എൻ്റെ തീരുമാനം. ഡാഡി അതിനെ എതിർക്കരുത് പ്ലീസ്. അവൻ്റെ പറച്ചിൽ കേട്ട് എന്ത് മറുപടി നൽകണമെന്നറിയാതെ പരസ്പരം നോക്കിയതേയുള്ളൂ ബാക്കിയുള്ളവരെല്ലാം. ആ നേരത്തായിരുന്നു ആമി പോകാൻ റെഡിയായി അവിടേക്ക് വന്നത്. ഇറങ്ങാം. അവളെ കണ്ടതും റയാന്റെ ചോദ്യത്തിന് മറുപടിയായി ആമി യാന്ത്രികമായൊന്ന് തലയനക്കി. പിന്നെ അവളുടെ നോട്ടം അവിടെയുള്ള മറ്റുള്ളവരിലേക്ക് നേർക്കായി. ഒരു വാക്കുപോലും മിണ്ടാതെ വെറും നോട്ടം കൊണ്ട് മാത്രം അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞു. ഒരു ചെറിയ ബാഗും തൂക്കി റയാന്റെ പിന്നാലെ അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ നടന്നു പോകുന്നവളെ നോക്കി നിൽക്കുമ്പോൾ എല്ലാവരിലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വേദന തിങ്ങി നിറഞ്ഞിരുന്നു. ഇരു വീടുകളും തമ്മിൽ അധിക ദൂരമൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ അവരധികം വൈകാതെ തന്നെ മതിലകത്തേക്ക് എത്തിയിരുന്നു. കാർ മുറ്റത്തേക്ക് കയറി ബ്രേക്ക് ഇട്ടതും അതുവരെ തനിക്ക് അന്യമായിരുന്ന സ്വാതന്ത്ര്യം സ്വന്തമായിട്ടെന്ന പോലെ ആവേശത്തോടെ ആമി പുറത്തേക്ക് ഇറങ്ങി.
പിന്നാലെ ഇറങ്ങിയ റയാനെ പോലും മൈൻഡ് ചെയ്യാതെ അവൾ വേഗം അകത്തേക്ക് ഓടി. അച്ഛേ, അമ്മേ. അടുക്കള വശത്തെ വരാന്തയിൽ ചാഞ്ഞ് കൂടിയിരിക്കുമ്പോൾ ആ വിളി കാതിലേക്ക് ഇരച്ചു കയറിയെങ്കിലും മനസ്സ് തങ്ങളെ ഭ്രമിപ്പിച്ചതാണെന്ന ധാരണയിൽ അതേ ഇരിപ്പ് തുടർന്നതേയുള്ളൂ നന്ദനും പൂർണിമയും. അച്ഛേ, നന്ദേട്ടാ, എൻ്റെ മോള്. വീണ്ടും അതേ വിളി തന്നെ കേട്ടതും വെപ്രാളത്തിൽ പറഞ്ഞുകൊണ്ട് ചാടി എണീറ്റിരുന്നു പൂർണിമ. നന്ദന്റെ അവസ്ഥയും അപ്പോൾ വ്യത്യസ്തമായിരുന്നില്ല. അമ്മ. അകത്തേക്ക് കയറും മുമ്പ് തന്നെ വരാന്തയിലേക്ക് ഇറങ്ങിയ ആമി ഓടി വന്ന് പൂർണിമയെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞിരുന്നു. അത് നോക്കി നിൽക്കുമ്പോഴും താൻ സ്വപ്നം കാണുവാണോ എന്നുള്ള സംശയത്തിലായിരുന്നു നന്ദൻ. മോളെ, അമ്മയുടെ പൊന്നു മോളെ. പൂർണിമ മകളെ ചേർത്ത് പിടിച്ചു മതിവരാതെ ചുംബിച്ചു. അച്ഛേ. തങ്ങളെ നോക്കി നിശ്ചലമായി നിൽക്കുന്ന അച്ഛൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നുകൊണ്ട് ആമി വിളിച്ചതും നന്ദന്റെ കൈകളും അവളെ ചേർത്ത് പിടിച്ചു. ഞാൻ പറഞ്ഞില്ലേ പൂർണ്ണി, നമ്മുടെ മോൾക്ക് നമ്മളെ വിട്ടുപോകാൻ കഴിയില്ലെന്ന്. അവൾ തെറ്റ് മനസ്സിലാക്കി തിരികെ വരുമെന്ന്. കണ്ണുനീരിനിടയിലും പുഞ്ചിരിച്ചുകൊണ്ട് നന്ദൻ പറയുന്നത് കേട്ടപ്പോൾ ആമിയുടെ നെഞ്ചമൊന്ന് വിങ്ങി. തൻ്റെ അച്ഛനമ്മമാരുടെ മനസ്സിൽ പോലും താൻ തെറ്റ് ചെയ്തെന്ന് തന്നെയാണല്ലോ എന്ന തോന്നലായിരുന്നു അതിന് കാരണം. എൻ്റെ അച്ഛനും അമ്മയുമാണ് സത്യം. എല്ലാവരും പറയും പോലെ നിങ്ങളെ ആദ്യമൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ. വിമ്മി കരഞ്ഞുകൊണ്ട് പറയുന്ന മകളുടെ കണ്ണിലേക്ക് നോക്കി നിൽക്കുമ്പോൾ നന്ദന്റെ ഉള്ളു പിടഞ്ഞു. എന്താടാ ഉണ്ടായത്? എനിക്കകത്തേക്ക് വരാമോ? നന്ദന്റെ ചോദ്യത്തിന് മറുപടിയായി ആമി എന്തെങ്കിലും പറയും മുമ്പായിരുന്നു വാതിലിനിപ്പുറം നിന്നുകൊണ്ട് റയാന്റെ ചോദ്യം വന്നത്. പെട്ടെന്ന് നന്ദനും പൂർണിമയും അങ്ങോട്ട് നോക്കി. അവൾക്കൊപ്പം അവനുമുണ്ടെന്ന് മനസ്സിലായതും അതുവരെ ഇരുവരിലും പ്രകടമായിരുന്ന സന്തോഷം എവിടെയോ പോയി ഒളിച്ചിരുന്നു. ഞാൻ ആത്മികയെ തിരികെ ഏൽപ്പിക്കാനാ വന്നത്. ഉറച്ച സ്വരത്തിൽ റയാൻ പറഞ്ഞതും നന്ദനും പൂർണിയും അമ്പരന്ന് പരസ്പരം നോക്കി. പിന്നെ ഇരുവരുടെ നോട്ടവും മകളിലേക്കായിരുന്നു നീണ്ടത്. അവൾ പക്ഷേ ആരെയും നോക്കാതെ മുഖം കുനിച്ച് നിന്നതേയുള്ളൂ. ഞാൻ നിങ്ങളുടെ മകളുടെ കഴുത്തിൽ മിന്നു കെട്ടിയ സാഹചര്യം പറഞ്ഞല്ലോ. ഏതായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ചിലപ്പോൾ എൻ്റെയും ഇവളുടെയും ജീവിതത്തിൽ കർത്താവ് വിധിച്ചേക്കുന്നത് ഇങ്ങനെയാകുമെന്ന് കരുതി പൊരുത്തപ്പെടാൻ ശ്രമിക്കുമായിരുന്നു ഞാൻ. അതുകൊണ്ടാ ഇവളെ തിരികെ കൊണ്ടുപോരാൻ നിങ്ങൾ വന്നപ്പോൾ വിട്ടുതരാതിരുന്നത്. ശാന്തമെങ്കിലും ഗൗരവത്തോടെ അവൻ പറഞ്ഞതും ആമയുടെ മിഴികൾ സ്വയം അറിയാതെ അവനിൽ തറഞ്ഞു പോയിരുന്നു. അത്തരമൊരു തീരുമാനം അവൻ എടുത്തിരുന്നു എന്നതവൾക്ക് പുതിയ അറിവായിരുന്നു. അതിൻ്റെ അമ്പരപ്പ് ആ മിഴികളിൽ പ്രകടവുമായിരുന്നു. പക്ഷേ എൻ്റെ വിചാരമൊന്നും ശരിയല്ലെന്നും ഞങ്ങൾ പരസ്പരം വിധിക്കപ്പെട്ടവരല്ലെന്നും ഇന്നലെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ഇപ്പോൾ ഇങ്ങനെയൊരു വരവ്. അത്രയും പറഞ്ഞിട്ട് മുഖം തിരിച്ചവരെ നോക്കുമ്പോൾ ആ അച്ഛനമ്മമാരുടെ മുഖത്തെ ഭാവം കണ്ട് അവൻ പതിയെ ഒന്ന് ചിരിച്ചു. നിങ്ങളൊക്കെ പറഞ്ഞത് തന്നെയാ നേര്. നായരി പെണ്ണിന് നസ്രാണി ചെറുക്കൻ ചേരത്തില്ല. പിന്നെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തായാലും 1 വർഷം കഴിയണം. അതുവരെ ആത്മീയ വെറുതെ എൻ്റെ വീട്ടിൽ കിടന്ന് ശ്വാസം മുട്ടേണ്ട കാര്യമൊന്നുമില്ല. അവൾ ഇവിടെ നിന്നോട്ടെ. 1 വർഷം കഴിയുമ്പോൾ മ്യൂച്വൽ ഡിവോഴ്സിന് ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ മകളുടെ ജീവിതം നശിപ്പിച്ചതിനുള്ള നഷ്ടപരിഹാരമായി എന്തും നിങ്ങൾക്ക് ആവശ്യപ്പെടുകയും ചെയ്യാം. നിസ്സാരമായി അവൻ പറയുന്നതൊക്കെ കേട്ടു നിൽക്കുമ്പോൾ നന്ദനും പൂർണിമയ്ക്കും തങ്ങൾക്ക് ചുറ്റുമിത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ആമയും തൻ്റെ ജീവിതം ഇനി എങ്ങോട്ടാണെന്ന ഗാഢമായ ചിന്തയിൽ തന്നെയായിരുന്നു. ഞാൻ ഇറങ്ങുവാ. ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ്. പോട്ടേടോ. ഇനിയൊരു കൂടിക്കാഴ്ച ഉണ്ടാവാതിരിക്കട്ടെ. ആദ്യം നന്ദനോടും പൂർണിയോടും പിന്നെ ആമയോടും യാത്ര പറഞ്ഞിട്ട് റയാൻ പുറത്തേക്ക് നടന്നു. കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഉമ്മറത്തേക്ക് നോക്കുമ്പോൾ അവിടെ തന്നെ നോക്കി നിൽക്കുന്ന പെണ്ണിനെ കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. എന്തുകൊണ്ടോ ആ നേരത്ത് അവളോട് അവന് വെറുപ്പ് പോലും തോന്നുന്നുണ്ടായിരുന്നില്ല. വെറുമൊരു നിസ്സംഗത മാത്രമായിരുന്നു ഉള്ള നിറയെ. അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് മുറ്റം കടന്ന് പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് വരെ അനുഭവിച്ച ടെൻഷനും വേദനകളും അവമാനവും ഒക്കെയാണ് തന്നിൽ നിന്നും അകന്നു പോകുന്നതെന്ന തോന്നൽ ആമി ദീർഘമായെന്ന് നിശ്വസിച്ചു. ആദി. നന്ദൻ വിളിച്ചപ്പോഴാണ് അവൾ മുഖം തിരിച്ച് അച്ഛനമ്മമാരെ നോക്കിയത്. ഇരുവരും ഏതൊക്കെയോ ചോദ്യങ്ങളാൽ വീർപ്പ് മുട്ടിക്കുകയാണെന്ന് തോന്നിയതും അവൾ അവർക്കരികിലേക്ക് ചെന്നു. ഇതുവരെ എന്താ എന്ന് സംഭവിച്ചതെന്ന് എൻ്റെ മോളോട് ചോദിക്കാൻ പറ്റിയില്ല. പക്ഷേ അപ്പോഴും പറഞ്ഞു കേട്ടതുപോലൊരു തെറ്റൊന്നും ചെയ്യാൻ നിനക്ക് കഴിയില്ലെന്ന് ഉള്ളിരുന്ന് ആരോ പറയുമായിരുന്നു. ഇപ്പോൾ അതുറപ്പായി. ഇനിയെങ്കിലും എൻ്റെ മോള് പറ, അന്നെന്താ ഉണ്ടായത്? നന്ദൻ്റെ ചോദ്യം കേട്ടതും ആമിയുടെ മനസ്സ് അന്നത്തെ മനസ്സിലേക്ക് ഊളിയിടുകയായിരുന്നു. കോളേജ് ജോയിൻ ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു റയാൻ്റെ അനിയൻ റീജോയെ ഞാൻ പരിചയപ്പെട്ടത്. അന്ന് മുതലായിരുന്നു എൻ്റെ പ്രതീക്ഷകളൊക്കെ തച്ചുടച്ചുകൊണ്ട് എൻ്റെ ജീവിതം എൻ്റെ കൈവിട്ടു പോയി തുടങ്ങിയത്. കോളേജിൽ പുതിയതായി ജോയിൻ ചെയ്യുന്ന കുട്ടികളെ വെൽക്കം ചെയ്യാൻ വേണ്ടി സംഘടിപ്പിക്കുന്ന ഫ്രഷേഴ്സ് ഡേയുടെ അന്നായിരുന്നു റീജോയുടെ നോട്ടം ആദ്യമായി എന്നെ തേടിയെത്തിയത്. പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും അത് തുടർന്നെങ്കിലും കോളേജിലെ ഒരു പതിവ് പോലെയേ ഞാനതിനെ കരുതിയുള്ളൂ. എൻ്റെ ലക്ഷ്യങ്ങളിലൊന്നും ഒരു പ്രണയമുണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ അതിലേക്ക് എൻ്റെ ശ്രദ്ധ പോയതുമില്ല. പക്ഷേ ഞാൻ പോകുന്നിടത്തെല്ലാം എന്നെ പിന്തുടരുന്ന റീജോയുടെ കണ്ണുകൾ എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ ഏതാണ്ട് 2 ആഴ്ചയോളം കഴിഞ്ഞപ്പോൾ റീജോ വന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ അതിനൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു.
പക്ഷേ അതുകൊണ്ടൊന്നും പിന്മാറാൻ തയ്യാറല്ലാത്തതുപോലെ അയാൾ പിന്നെയും എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ കാണിക്കുന്ന അവഗണനയും നീരസവും അയാളിൽ ഒരുതരം വാശി നിറയ്ക്കുന്നത് എനിക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു. കാരണം ആദ്യമൊക്കെ എന്നെ കാണുമ്പോൾ പുഞ്ചിരിയോടെ നോക്കിയിരുന്ന റീജോയിൽ പിന്നീട് വല്ലാത്തൊരു ദേഷ്യം ഉടലെടുക്കുന്നത് ഞാനും അറിഞ്ഞു. അവനൊന്ന് വിരൽ ഞൊടിച്ചാൽ ഓടിയെത്തുന്ന ഒരുപാട് പെൺകുട്ടികൾ ചുറ്റുമുണ്ടായിരുന്നിട്ടും അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അയാളെ നീരസത്തോടെ മാത്രം നോക്കുന്ന എൻ്റെ പേരും പറഞ്ഞ് റീജോയെ അവൻ്റെ കൂട്ടുകാർ കളിയാക്കുന്നതും വാശി കയറ്റുന്നതുമൊക്കെ ഞാനും അറിഞ്ഞിരുന്നു. പക്ഷേ അതിലേക്കൊന്നും വീണുകൊടുക്കാൻ എൻ്റെ മനസ്സിന് സാധ്യമായിരുന്നില്ല. പക്ഷേ എൻ്റെ ആ പ്രവൃത്തികൾ എൻ്റെ ജീവിതം തച്ചുടിച്ചു കളയാൻ മാത്രമുള്ള പകയിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അച്ഛേ. അത്രയും പറഞ്ഞപ്പോഴേക്കും സങ്കടം കൊണ്ട് വീർപ്പുമുട്ടിപ്പോയ ആമി നന്ദൻ്റെ മാറിലേക്ക് മുഖം പൂഴ്ത്തി വിങ്ങിപ്പൊട്ടി. അരികിൽ എല്ലാം കണ്ടും കേട്ട് നിന്ന ഭാര്യയെ ഒന്ന് നോക്കിക്കൊണ്ട് നന്ദൻ മകളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ തലോടി. എന്നിട്ടോ? കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവളൊന്ന് ഓക്കെ ആയെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു. അന്ന് കോളേജിൽ ഇലക്ഷൻ നടക്കുമായിരുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം അതിൻ്റെ തിരക്കിലായിരുന്നു. ഒരു രസത്തിന് വോട്ട് പിടിക്കാനായി ഞാനും എൻ്റെ ഫ്രണ്ട്സിനൊപ്പം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഒത്തുകൂടിയടുത്ത് വെച്ച് എല്ലാവർക്കും സ്ക്വാഷ് കുടിച്ചത് വരെ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഞാൻ അപരിചിതമായ ആ വില്ലയിലായിരുന്നു. അതെവിടെയാണ്, ഞാൻ എങ്ങനെ അവിടെ എത്തി എന്ന് ചിന്തിച്ച് പേടിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഇച്ചായൻ അകത്തേക്ക് കയറി വന്നതും പിന്നെ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് ഞാൻ ആളുടെ ഭാര്യയാണെന്ന് വിളിച്ചു പറഞ്ഞത്. ഇതല്ലാതെ ആ സംഭവത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല അച്ഛേ. ആ റീജോ എന്നെ ചതിച്ചത് അതവൻ കളരിക്കൽ വെച്ചെന്നോട് പറഞ്ഞതുമാ. അവിടെ വെച്ചവൻ വീണ്ടും എന്നോട് തേങ്ങി കരഞ്ഞുകൊണ്ട് വാക്കുകൾക്കായി പരതുന്ന മകളെ ഒന്നുകൂടെ മുറുകെ ചേർത്ത് പിടിക്കുമ്പോൾ ആരില്ലെങ്കിലും അവൾക്ക് താനുണ്ടെന്ന് പറയാതെ പറയുകയായിരുന്നു നന്ദൻ. മാത്രമല്ല, സ്വന്തം ചേട്ടൻ്റെ ഭാര്യയായിട്ട് കൂടെ അവളെ ദ്രോഹിക്കാൻ ശ്രമിച്ച റീജോയ്ക്ക് ഇനി എന്നും ആവർത്തിക്കപ്പെടാൻ ഒരു താക്കീത് കൊടുക്കണമെന്നും അയാൾ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. വൈകുന്നേരം റയാൻ വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ പോളും റൂബിയും ഹാളിലിരുന്ന് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. താൻ അകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ നിലച്ചുപോയ അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ വിഷയം താനും ആത്മീകയുമാണെന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കിയ അവൻ അവർക്ക് മുഖം കൊടുക്കാതെ വേഗം മുകളിലേക്ക് കയറിപ്പോയി. മുറിയിലെത്തുമ്പോൾ ദിവസങ്ങളായി ഉണ്ടായിരുന്ന പതിവ് തെറ്റിച്ചുകൊണ്ട് ആ മുറി ശൂന്യമായിരുന്നു. അല്ലെങ്കിൽ ഈ നേരത്ത് ഏതെങ്കിലും ആലോചനയിൽ മുഴുകി അവളവിടെ ഉണ്ടാകാറുണ്ടെന്നും തന്നെ കാണുമ്പോഴൊക്കെ വെപ്രാളത്തോടെ താഴേക്ക് ഓടുന്നതും അവന് ഓർത്തു. ഉള്ളിലേക്ക് കയറി ഡോർ അടച്ചിട്ട് ബെഡിലേക്ക് ചെന്ന് വീഴുമ്പോൾ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ കിടക്കയ്ക്ക് പോലും അവളുടെ ഗന്ധമാണെന്ന് അവന് ഓർത്തുപോയി. ഇന്നലത്തെ പോലെ ഇന്നവൾ ഇവിടെയില്ലെന്നും ഇനി ഒരിക്കലും ഉണ്ടാവാൻ പോകില്ലെന്നും ഓർത്തതും എന്തുകൊണ്ടോ അവനിൽ വല്ലാത്തൊരു അസ്വസ്ഥത പടർന്നു. മനസ്സിൽ ആ പെണ്ണിനെക്കുറിച്ചൊരു കരട് ബാക്കിയായി നിന്നിരുന്നെങ്കിലും അവളുടെ കഴുത്തില മിന്നു കാണുമ്പോഴും കൂട്ടിക്കൊണ്ടു പോകാൻ വീട്ടുകാർ വന്നിട്ടും പിടിച്ചു നിർത്തുമ്പോഴുമെല്ലാം അവളുടെ ഭർത്താവെ മാറുകയായിരുന്നില്ലേ സ്വയം. ഇനി ഏതാണ് തൻ്റെ ജീവിതമെന്ന് കരുതി പൊരുത്തപ്പെട്ട് തുടങ്ങുകയായിരുന്നില്ലേ റയാൻ സ്വയം ചോദിച്ചുകൊണ്ടേയിരുന്നു. ഉടൻ തന്നെയായിരുന്നു തലേ ദിവസം രാത്രി നടന്ന കാര്യങ്ങൾ അവൻ്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തിയത്. ഇതൊന്നും ഞാൻ മാത്രം വിചാരിച്ചാൽ പോരല്ലോ, അവൾക്കും ഇതൊക്കെ തോന്നേണ്ടേ? പക്ഷേ അവൾ പ്രണയിച്ചയാളെ അത്ര വേഗമൊന്നും മറക്കാൻ കഴിയില്ലായിരിക്കും. പക്ഷേ കഴുത്തിൽ മിന്നു കെട്ടിയവൻ്റെ മുറിയിലേക്ക് തന്നെ കാമുകനെ വിളിച്ചു കയറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അവൾ അത്രമാത്രം അധപതിച്ചു പോയൊരു പെണ്ണാകും. വൃത്തികെട്ടവൾ. ആദ്യം ഹൃദയത്തെ മതിച്ചുകൊണ്ടിരുന്ന തോന്നലുകളൊക്കെയും പുറന്തള്ളി മനസ്സ് നിറയെ അവളോടുള്ള വെറുപ്പ് തിങ്ങി നിറയുന്നത് അവനറിഞ്ഞു. എല്ലാം കൺമുന്നിൽ കണ്ടിട്ടും ഒരു എളുപ്പമില്ലാതെ നിന്ന് തർക്കിച്ചേക്കുന്നു. അവൻ അരിശത്തോടെ പിറുപിറുത്തു. ഞാൻ നിന്റെ കഴുത്തിൽ മിന്നു ചാർത്തും മുമ്പ് വരെ നീ റീജോയ്ക്കൊപ്പം കഴിഞ്ഞതൊക്കെ ഞാൻ പുറത്തേനെ ആത്മിക്കുക. അവനുള്ള നിന്റെ പ്രണയം മനസ്സിൽ നിന്ന് തുടച്ചു നീക്കും വരെ ഒരു ജീവിതത്തിനായി കാത്തിരിക്കാനും ഞാൻ തയ്യാറായേനെ. പക്ഷേ സ്വന്തം ഭർത്താവിൻ്റെ കിടക്കമുറിയിൽ കാമുകന് കിടക്ക വിരിച്ച നിന്നോട് ഞാൻ ഒരിക്കലും പൊറുക്കില്ല. അല്ലെങ്കിൽ ചേരേണ്ടതേ ചേരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് അവൻ ബെഡിന് കുറുകെ മലർന്നു കിടന്നു.